blessing today. ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ചാനൽ മാറ്റിയപ്പോൾ കാണാൻ തുടങ്ങിയൊരു പ്രോഗ്രാമാണിത്. കണ്ട അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളെ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ രാവിലെ പോകുമ്പോഴും മക്കൾ സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ ഇപ്പോൾ ഒരു ദിവസം മുടങ്ങാതെ ഇത് കാണുന്നുണ്ട്. ഇനി ശനി ഞായറും ഇതില്ലല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് ഒത്തിരി പ്രയാസങ്ങളിൽ നിന്നാണ് ഞങ്ങളിത് കാണാൻ തുടങ്ങിയത്. ഇത് കാണുന്ന അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ നല്ല അനുഗ്രഹം പരിഹാരവും കിട്ടിയിട്ടുണ്ട്. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ നമ്മുടെ അവസാനത്തെ എപ്പിസോഡാണ് നിങ്ങൾ ഈ സമയത്ത് വാച്ച് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. മാത്രമല്ല ഈ എപ്പിസോഡുകൾ സാധ്യമാക്കി തീർക്കുന്നത് ഒരുപക്ഷെ ഇതുവരെ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ബ്ലെസ്സിങ് ടുഡേ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്ന സ്പോൺസേഴ്സും പാർട്ട്നേഴ്സുമാണ്. അവരോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് ആരോഗ്യത്താൽ ഈ വെൽവിഷറെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകളുടെ വിവാഹത്തിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഒരു വലിയ അനുഗ്രഹം തന്നെ ആ കാര്യത്തിൽ കർത്താവ് കൊടുക്കുന്നതിനാൽ നന്ദി. ഈ മുഴുവൻ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവർ പറഞ്ഞിട്ടുള്ളതും പറഞ്ഞിട്ടില്ലാത്തതും എല്ലാ വിഷയങ്ങളെയും ചേർത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഡോറിൽ നിന്നുള്ള സ്നേഹ ഡേവിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവ് ആരോഗ്യം നൽകണമേ. എല്ലാ അലർജിയും മാറിപ്പോകട്ടെ. ജോലിയിൽ അനുഗ്രഹങ്ങൾ നൽകണമേ. നല്ല ഒരു ഭാവി ജീവിതം കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ നാൻസി ഡേവിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബാക്ക് പെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ മുഴുവൻ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടെ. എല്ലാ അനുഗ്രഹങ്ങളാൽ കർത്താവ് നിറയ്ക്കുന്നതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അമ്മയുടെ പേര് ഇന്ദിര. ഈ അമ്മ 2013 ഒരു ദിവസം ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം വെച്ചപ്പോൾ അതിനുള്ളിൽ അമ്മ ഇങ്ങനെ TV പ്രോഗ്രാമിൽ സാക്ഷ്യം മിറക്കിൾസ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി ഇപ്രകാരം സാക്ഷ്യം പറഞ്ഞു. ആ സഹോദരി എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ശേഷം ആ സഹോദരിയുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ മദ്യപാനം മാറിപ്പോയി. എപ്പിസോഡ് സ്പോൺസർ ചെയ്തപ്പോൾ ആ വ്യക്തി വീട്ടിലുള്ള ഒരു വ്യക്തിയുടെ മദ്യപാനം മാറിപ്പോയി. ഈ സാക്ഷ്യം അമ്മ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മകൻ ഏകദേശം 14 വർഷമായിട്ട് ഒരു കടുത്ത മദ്യപാനിയാണ്. അവര് കോഴിക്കോടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ വയനാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് മദ്യപാനമൊക്കെ തുടങ്ങിയത്. 14 വർഷം കടുത്ത മദ്യപാനിയായിരുന്നു. ഈ അമ്മ ചിന്തിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണം, അങ്ങനെയെങ്കിലും മദ്യപാനം മകന് മാറട്ടെ. അത് മാത്രമല്ല, അത് കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ ആർക്കെങ്കിലും കർത്താവ് മാറ്റി കൊടുക്കുമെങ്കിൽ അങ്ങനെയും ആകട്ടെ എന്ന് ചിന്തിച്ച് അപ്പോൾ തന്നെ നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ചു. അവർ എപ്പിസോഡ് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 30,000 രൂപയാണ് ഒരു അരമണിക്കൂറിൻ്റെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ. ഈ അമ്മ വേഗം തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ പണമൊന്നുമില്ല. ഉടനെ തന്നെ അമ്മ നേരെ അമ്മയുടെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നതും കൊണ്ട് എടുത്തിട്ട് പണയം വെക്കാനായിട്ട് ചെന്നു. പണയം വെക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിനാകെ 15,000 രൂപയെ ആകെ കിട്ടുള്ളൂ. അമ്മ ആ പൈസ താൻ എടുത്തിട്ട് ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് താൻ സ്പോൺസർ ചെയ്യാനുള്ള പണം താൻ കൊടുത്തു.
പകുതി പണം കൊടുത്തു, പകുതി പണം താൻ കൊടുത്തു. കോ സ്പോൺസർഷിപ്പിൽ താൻ ആ പണം കൊടുത്തു. അപ്പോൾ ഏകദേശം 3 പ്രാർത്ഥനാ വിഷയങ്ങൾ അമ്മ അവിടെ പറഞ്ഞു വെച്ചിരുന്നു. അതിലൊരു പ്രാർത്ഥനാ വിഷയമാണ് ബോബന്റെ മദ്യപാനം മാറണം. എന്താ പേര്? ബോബൻ. ബോബൻ. ബോബന്റെ മദ്യപാനം മാറണം എന്നൊരു പ്രാർത്ഥനാ വിഷയം. വേറെ 2 പ്രാർത്ഥനാ വിഷയം കൂടെ അമ്മ എഴുതി കൊടുത്തിരുന്നു. ഡിസംബർ അവസാനത്തെ മാസങ്ങളിലാണ്, അമ്മയുടെ ഏത് കറക്റ്റ് ഡേറ്റ് അറിയില്ല, ആ എപ്പിസോഡ് സ്പോൺസർഷിപ്പ് ചെയ്തിട്ട് അത് ടെലികാസ്റ്റ് ചെയ്തത്. ഈ അമ്മ പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, 1 മാസത്തിലധികമായിട്ട് തൻ്റെ മകൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ടും മാറി. താൻ എന്തെങ്കിലും കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ വളരെ എതിര് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ എന്ത് കർത്താവിൻ്റെ കാര്യം പറഞ്ഞാലും അപ്പം തന്നെ വഴക്കിടുകയൊക്കെ ചെയ്യുന്ന ആ ഒരു മകൻ കഴിഞ്ഞ 1 മാസത്തിലധികമായി താൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി, മദ്യപാനം നിർത്തി. തൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നു. ആ അമ്മ ആ ഒരു മദ്യപാനം മാറുന്ന ആ ഒരു TV പ്രോഗ്രാമിലൂടെ താൻ പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് ബ്രദർ അന്നത്തെ ദിവസം അത് പ്രാർത്ഥിക്കുകയും ചെയ്തു. വയനാട്ടിൽ നിന്നുള്ള ഒരു വെൽവിഷർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവളുടെ ജീവിതത്തിൽ അവളുടെ മൂത്ത മകൻ യേശുവിനെ അറിയുവാനും തൻ്റെ മദ്യപാനം, പുകവലി, അതുപോലുള്ള ദുശ്ശീലങ്ങൾ മാറിപ്പോകാനും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മ പേര് വെളിപ്പെടുത്തണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ പറഞ്ഞിരുന്നത്. ആരാണെന്ന് പേര് കൊടുത്തിട്ടില്ല, വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചു. എന്നാൽ കഴിഞ്ഞ 1 മാസത്തിലധികമായ മകൻ്റെ ജീവിതത്തിൽ വലിയ വ്യതിയാനം വന്നു. അവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു അത്ഭുതമാണ് നടന്നതെന്നാണ് അമ്മ പറയുന്നത്. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഈ അമ്മ പറഞ്ഞത് ആ സ്വർണം പണയം വെച്ചു, വളരെ വേഗത്തിൽ തന്നെ ആ സ്വർണം മുഴുവൻ എടുക്കാൻ കർത്താവ് സഹായിച്ചു. എന്റെയും ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്, ആ സ്വർണത്തിന് എന്ത് സംഭവിച്ചു? കടത്തിലായല്ലോ, പക്ഷെ അത് തിരിച്ചെടുക്കാൻ വളരെ പെട്ടെന്ന് തിരിച്ചെടുക്കാനും പറ്റി. ഹല്ലേലൂയ. നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഹൃദയമുള്ളവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വിശ്വാസത്താൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് പിന്നാലെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. സംശയിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത്. ഹല്ലേലൂയ. നമുക്ക് ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവെ, ഈ അമ്മയുടെ മകൻ ബോബന് അങ്ങ് കൊടുത്ത ആ വലിയ വിടുതലിനായി നന്ദി, സ്വാതന്ത്ര്യത്തിനായി നന്ദി. മരണം വരെ ആ സ്വാതന്ത്ര്യത്തിൽ താൻ നിലനിൽക്കട്ടെ. ഈ അമ്മയുടെ വിശ്വാസത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഇനിയും കർത്താവെ, ഈ അമ്മയെ കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കണമേ, സാമ്പത്തികത്തെ അനുഗ്രഹിക്കണമേ, നല്ല സമാധാനം വീട്ടിലുണ്ടാകട്ടെ. എല്ലാ നിലകളിലും അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു വാക്യം നമ്മൾ വായിക്കുന്നു. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വചനം, ഡ്യൂട്ടറോണമി chapter 3 verse number 22. അവിടെ കാണുന്നത്, do not be afraid of them, the Lord your God himself will fight for you. ഇസ്രായേൽ ജനത്തിനെതിരെ ഒരു വലിയ സൈന്യം യുദ്ധത്തിന് വേണ്ടി വന്ന സമയത്ത്, ഇസ്രായേൽ ഇന്നും ഒരു കൊച്ചു രാഷ്ട്രമാണ്, അന്നും ചെറുതായിരുന്നു. ആ കൊച്ചു രാഷ്ട്രത്തിനെതിരെ പല രാഷ്ട്രങ്ങൾ പലപ്പോഴും യുദ്ധത്തിന് വന്നിട്ടുണ്ട്. ആ സമയത്ത് ദൈവം അവരോട് അരുളി ചെയ്യുകയാണ്, ഡു നോട്ട് ബി അഫ്രെയ്ഡ് ഓഫ് ദം. അവരെ നീ ഭയപ്പെടരുത്. പകരം കർത്താവ് പറയുന്നത്, ഐ വിൽ ഫൈറ്റ് ഫോർ യു. നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തോളാം. ഇവർ നോക്കുന്നത്, ഞങ്ങളൊരു കൊച്ചു രാഷ്ട്രമാണ്, കൊച്ചു സൈന്യമാണ്, വേണ്ടത്ര വാളില്ല, വേണ്ടത്ര കുതിരപ്പടയില്ല, വേണ്ടത്ര കാലാൾപ്പടയില്ല, വേണ്ടത്ര പീരങ്കിയില്ല, വേണ്ടത്ര മിസൈലില്ല, ഞങ്ങൾ എങ്ങനെ ജയിക്കും? ഞാനതിനെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളോട് ബന്ധപ്പെടുത്തി പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു വലിയ പ്രശ്നത്തെ നിങ്ങൾ നേരിടുകയാണെന്നിരിക്കട്ടെ. പ്രശ്നം എന്തുമാകാം. ഒരുപക്ഷെ നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഒരമ്മ ഇവിടെ സാക്ഷ്യം പറഞ്ഞു, മകൻ 14 വർഷമായി മദ്യപാനിയാണ്. അമ്മമാരുടെ ഹൃദയത്തിന് സഹിക്കാൻ കഴിയുമോ? അമ്മിഞ്ഞ യൂട്ടി വളർത്തിയ ഒരു മകൻ മദ്യപാനത്തിനടിമയായി ജീവിതം തകരുമ്പോൾ അമ്മമാർക്ക് സഹിക്കാൻ കഴിയുമോ? വലിയൊരു പ്രശ്നമാണ്. എത്ര ഉപദേശിച്ചിട്ടും ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടും ഒന്നും ഇത് മാറുന്നില്ല. വലിയൊരു കടബാധ്യത വന്നു. ബിസിനസ് ചെയ്തതാകാം, കൃഷി ചെയ്തതാകാം, വലിയൊരു കടബാധ്യത വന്നു. എല്ലാം വിറ്റ് പെറുക്കി, എല്ലാം വിറ്റ് കളഞ്ഞാലും കടം വീട്ടാനുള്ളതിൻ്റെ 10% പോലും അല്ല. അത്ര വലിയൊരു കടം വന്നിരിക്കുകയാണ്. എന്തു ചെയ്യും? കുടുംബത്തിലൊരു വലിയ പ്രശ്നമുണ്ടായി.
എത്ര പേർ കൗൺസിലിംഗ് നടത്തിയാലും തീരാത്തൊരു പ്രശ്നം, എങ്ങനെ ഇതിനെ നേരിടും? അതിനു വേണ്ട ശേഷിയില്ല. കർത്താവ് വയനാട്ടിലുള്ള ജനത്തോട് പറയുന്നു, എല്ലാവരോടും പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ തല മുഴുവൻ പുകച്ച് 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 തകരേണ്ട ആവശ്യമില്ല. നിന്റെ ഇത്രയും മാത്രമുള്ള തലച്ചോറിനേക്കാൾ വലിയ തലച്ചോറാണ് നമ്മുടെ കർത്താവിൻ്റെ തലച്ചോർ. അവന് അസാധ്യമായി ഒന്നും ഇല്ല. നമ്മുടെ ദൈവത്തിന് 100 കണക്കിന് പേരുകൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പേരാണ് സൈന്യങ്ങളുടെ ദൈവം, ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സൈന്യമല്ല, ദൈവത്തിന് അസംഖ്യം സൈന്യങ്ങളുണ്ട്. ദൂതന്മാർ അവൻ്റെ സൈന്യമാണ്. ഹല്ലേലൂയ. ഒത്തിരി സൈന്യങ്ങൾ ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തെ വിളിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവം. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിനക്കൊരു സൈന്യവും ഇല്ലായിരിക്കാം, പേടിക്കണ്ട, എനിക്കുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ ആകെ ചെയ്യേണ്ടത് നീ എന്നിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. നീ എന്നിൽ വിശ്വസിക്കുക, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തിൽ നിന്നും എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അങ്ങോട്ട് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഉത്തരം പറയാമോ? നിങ്ങൾക്ക് വയനാട്ടിലുള്ള ഏതെങ്കിലും ഒരു മാർക്കറ്റിലേക്ക് ചെന്നപ്പോൾ നല്ല നെയ്മീൻ ഇരിക്കുന്നു, കണ്ടിട്ട് കൊതിയാകുന്നു. നെയ്മീൻ എത്രയാ വില? ഇപ്പോഴത്തെ വില എനിക്ക് അറിഞ്ഞുകൂടാ. വയനാട്ടിൽ എത്രയുണ്ടാവും? ഉദ്ദേശം 1 കിലോയ്ക്ക് 500 രൂപ, 600 രൂപയോ? എനിക്ക് വയനാട്ടിൽ നിന്ന് നെയ്മീൻ വേണ്ട. 600 രൂപ ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 500 രൂപയും ഒരു 100 രൂപയും കൂടി കൊടുത്താൽ 1 കിലോഗ്രാം നെയ്മീൻ നിങ്ങളുടെ കയ്യിലേക്ക് തരും. ശരിയാണോ? അതിനങ്ങോട്ട് കൊടുത്ത എക്സ്ചേഞ്ച് ആണ് 600 രൂപ. അതുപോലെ ദൈവത്തിൽ നിന്നും എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കേണ്ടത് 500 രൂപയോ 1000 രൂപയോ അല്ല, നിന്റെ വിശ്വാസമാണ്. കാരണം വിശ്വാസം കൂടാതെ ദൈവത്തെ ആർക്കും പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അനേക രോഗികളുടെ അടുക്കൽ ചെന്ന് യേശു ചോദിച്ചു, നീ വിശ്വസിക്കുന്നു എന്ന് കണ്ടപ്പോൾ യേശു പറഞ്ഞു, എഴുന്നേറ്റ് നടന്നോ, എന്നിട്ട് പൊക്കോ, നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക. അതുവരെ യേശു പറഞ്ഞു. എപ്പോഴാ? അവർ വിശ്വസിച്ചപ്പോൾ. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ പിറവി മുതൽ മുടന്തനായ ഒരു വ്യക്തി ഇരിക്കുന്നത് കണ്ടു. പത്രോസും യോഹന്നാനും അവനെ ഉറ്റുനോക്കി, സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, ഇവന് സൗഖ്യമാകാനുള്ള വിശ്വാസമുണ്ട്, അകത്ത് വിശ്വാസമുണ്ട്. വിശ്വാസം ഉള്ളത് കൊണ്ട് അവൻ പറഞ്ഞു, കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നോ വെള്ളിയോ ഞങ്ങൾക്കില്ല, ഉള്ളത് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക. അവൻ ക്ഷണത്തിൽ തന്നെ എഴുന്നേറ്റ് നടന്നു. എന്നിട്ട് അവിടെ ചെയ്തതെന്നറിയാമോ? ആ പള്ളിയുടെ അകത്തൂടെ നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ഓടി നടന്ന് അയാൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. എന്താണ് അവിടെ ദൈവത്തിന് കൊടുത്തത്? വിശ്വാസം. ഉറക്കെ പറയാം, വിശ്വാസം. എന്താ കൊടുത്തത്? എത്ര പേരുന്ന് അതിന് തയ്യാറാണ്? ഭീകരമായ ഒരു പ്രശ്നം, മല പോലെ, എവറസ്റ്റ് മല പോലെ ഭയങ്കരമായ ഒരു കൊടുമുടിയായി നിൽക്കുന്നൊരു പ്രശ്നം. ജയിക്കാൻ ഒരു എളുപ്പ വഴി പറയാം. നീ യുദ്ധം ചെയ്യാൻ നിന്നാൽ ഏത് കാലത്ത് ഇത് നടക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. മോശെ ഒരു ദിവസം നോക്കുമ്പോൾ തൻ്റെ രക്തത്തിൻ്റെ രക്തമായ എബ്രായരെ ഈജിപ്തുകാർ വന്ന് ഉപദ്രവിക്കുന്നതും പ്രശ്നമുണ്ടാക്കുന്നതും പീഡിപ്പിക്കുന്നതും കണ്ടു. ഉടൻ തന്നെ മോശ ചെയ്തത് എന്തെന്നറിയാമോ? മോശ വന്നിട്ട് ആ മിസ്രയീമിനെ അല്ലെങ്കിൽ ഈജിപ്ഷ്യനെ അടിച്ച് മണ്ണിൽ കുഴിച്ചിട്ടു. ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, എനിക്ക് ചെയ്യാവുന്ന ഞാൻ ചെയ്യും, ഞാൻ ഇവരെ എല്ലാം കൊല്ലാൻ പോവുക. കാരണം എന്താ? എൻ്റെ സഹോദരങ്ങളെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മോശ ഓരോരുത്തരെ കൊല്ലാൻ പോയാൽ ഈ രാഷ്ട്രത്തിലുള്ള എല്ലാവരും കൂടി എന്ന് കൊന്നു തീർക്കും? അവിടെ ദൈവം പറഞ്ഞു, നീ മിണ്ടാതിരി, സമയം വരുന്നുണ്ട്, ഞാൻ ചെയ്തോളാം. നിങ്ങൾക്കറിയാമോ, സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇസ്രായേൽ ജനത്തെ മുഴുവൻ, ലക്ഷങ്ങളായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ മുഴുവൻ നയിച്ചുകൊണ്ട് അദ്ദേഹം ചെങ്കടലിൻ്റെ മുമ്പിലെത്തി. ചെങ്കടലിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ജനം മുഴുവൻ നിലവിളിച്ചു, ദൈവമേ, ഈ ചെങ്കടലിനെ എങ്ങനെ ഞങ്ങൾക്ക് മറുകര കടക്കാൻ കഴിയും?
ഇടത്തോട്ടോ വലത്തോട്ടോ പിന്നോട്ടോ പോകാൻ സാധ്യമല്ല. ദൈവം പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കും. എന്താ പറഞ്ഞത്? ഞാൻ പ്രവർത്തിക്കും. ദൈവം പറഞ്ഞു, നീ ആകെ ചെയ്യേണ്ട നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടിപ്പിടിക്കുക. നീട്ടിപ്പിടിച്ചു, അത് രണ്ടായി പിളർന്നു. ഇവരെല്ലാം അക്കരെ കടന്ന ശേഷം തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നിന്നുകൊണ്ട് വടി നീട്ടാൻ പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? ഇതിനകം ഇവരുടെ ശത്രുക്കളായിരുന്ന ഈജിപ്ത്യർ മുഴുവൻ ഈ വെള്ളത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ചു വടി നീട്ടിയപ്പോൾ അവരെല്ലാവരും സെക്കൻഡുകൾ കൊണ്ട് വെള്ളത്തിനടിയിലായി. മോശെ, നീ വിചാരിച്ചാൽ ഓരോരുത്തരെയായി കൊല്ലാമെന്ന് വിചാരിച്ചാൽ ഏത് കാലത്ത് തീർക്കാനാ? പക്ഷെ ഞാൻ വിചാരിച്ചാൽ വേഗത്തിൽ അത് നിനക്ക് വേണ്ടി നടത്തി തരും. ഇവിടെ ഇരിക്കുന്ന ജനത്തോട് കർത്താവ് പറയുകയാണ്, നീ ഈ പ്രശ്നം ഒതുക്കാൻ പോയാൽ ഈ ആയുസ്സിൽ എങ്ങും എത്തുകയില്ല. കർത്താവ് പറയുന്നു, നീ വിശ്വസിച്ചാൽ, നീ എന്നിൽ വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചോളാം. വിശ്വസിക്കുന്നവർക്ക് കൈകളടിച്ച് ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നിങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും അത്ഭുതങ്ങൾ നടത്താനും ശക്തിയുണ്ട്. കർത്താവ് പറയുന്നു, നീ എന്നിൽ വിശ്വസിച്ചാൽ മാത്രം മതി, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തിരിക്കും. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം ആദ്യത്തെ വചനം മുതൽ, ചിലർക്കൊക്കെ ഇത് ബൈ ഹാർട്ട് അറിയാൻ കഴിയും, എങ്കിലും നമ്മൾ ചിലത് ദൈവം എങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. 91-ാം സങ്കീർത്തനം 1 മുതൽ. അത്യുന്നതന്റെ സങ്കേതത്തിൽ വസിക്കുന്നവൻ സർവശക്തന്റെ നിഴലിൽ വിശ്രമിക്കും. സർവശക്തന്റെ നിഴലിൻ കീഴിൽ വിശ്രമിക്കുന്നവൻ. ഞാൻ യഹോവയോട്, അവിടുന്ന് എൻ്റെ സങ്കേതവും. നോക്കൂ, അവിടുന്ന് എൻ്റെ ഒരു വലിയ പ്രശ്നം വന്നാൽ അങ്ങ് എൻ്റെ സങ്കേതമാണ്. ഓക്കെ, എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവുമത്രേ എന്ന് പറയും. പിന്നെ അവിടുന്ന് നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും. നോക്കൂ, ദൈവം പ്രവർത്തിക്കുന്നത് എന്തെല്ലാമാണ്. 1, വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും അവൻ നിന്നെ രക്ഷിക്കും. ഇവിടെ നോക്ക്, വേട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ വളരെ കരുതലോടുകൂടെ കരുതി കൂട്ടി വന്ന് അതിൽ പക്ഷികളെ കുരുക്കുവാൻ വേണ്ടി പ്രത്യേകമായ ചില കെണികൾ ഉണ്ടാക്കി കാത്തിരിക്കുന്ന വ്യക്തിയാണ് വേട്ടക്കാരൻ. എന്നാൽ അതുപോലെ ചിലർ നിനക്കെതിരെ തിരിഞ്ഞു നിന്നുകൊണ്ട് നിന്നെ എങ്ങനെയെങ്കിലും ചതിയിൽപ്പെടുത്തി ജീവിതം തകർക്കാൻ ശ്രമിച്ചാൽ അതിൽ നിന്നും ദൈവം നിന്നെ രക്ഷിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അതിൽ നിന്നും കർത്താവ് നിന്നെ രക്ഷിക്കും. അടുത്തത്, വിനാശകരമായ പകർച്ചവ്യാധിയിൽ നിന്നും അവൻ നിന്നെ രക്ഷിക്കും. അടുത്തത്, തന്റെ തൂവലുകൾ കൊണ്ട്, ദൈവത്തിന്റെ ചിറകിന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറയ്ക്കും. അവിടെ നിന്നെ മറച്ചു പിടിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഒരു ദൈവത്തിന്റെ കുഞ്ഞായി നീ തീരുമ്പോൾ, യേശുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നിന്നെ ദൈവം അതുപോലെ മറച്ചു പിടിച്ച് സംരക്ഷിക്കും. വായിക്കാം. അവിടുത്തെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് പരിചയം സംരക്ഷണ കവചവുമാണ്. ദൈവം തന്നെ നിന്നെ പരിചയമായി നിന്നുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യും. വായിക്കാം. രാത്രിയിലെ ഭീതിയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ വ്യാപിക്കുന്ന പകർച്ചവ്യാധിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന വിനാശത്തെയും നീ ഭയപ്പെടുകയില്ല. ഒന്നിനെയും നിനക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട്? ഒരു ഹല്ലേലൂയ കൂടെ പറയാമോ? 7-ാമത്തെ വചനം വായിക്കാൻ പോകുകയാണ്. തയ്യാറായി വിശ്വസിക്കാൻ റെഡിയായി നിൽക്കുക. 7-ാമത്തെ വചനം. നിന്റെ പാർശ്വത്തിൽ, നിന്റെ ഒരു വശത്ത് 1000 പേരും നിന്റെ വലതുഭാഗത്ത് 10,000 പേരും വീഴും. 10,000 പേരും താഴെ വീഴുന്നത് നീ കാണും. വായിക്കാം. എങ്കിലും അത് നിന്നോടടുക്കുകയില്ല. ഈ വക വ്യാധികളൊന്നും പ്രശ്നങ്ങളൊന്നും നിന്റെ അടുക്കലേക്ക് വരികയില്ല. കാരണം നീ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നിന്നെ ഇതൊന്നും തകർക്കുകയില്ല. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും കാരണം അവിശ്വാസമാണ്. നമുക്ക് വിശ്വസിക്കാൻ മനസ്സില്ല.
നമുക്കുള്ളിൽ സംശയമാണ്. ഈ സംശയം വരുന്നത് കൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും മാറാതെ നിൽക്കുന്നത്. എന്നാൽ ഈ ശനിയാഴ്ച ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വെച്ച് ദൈവം എനിക്ക് മതിയായവൻ, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് വൻ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് മുഖത്ത് നോക്കി ഒരു കാര്യം പ്രവചിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞോട്ടെ, കർത്താവിൻ്റെ കൈകൾ ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ റെഡിയായിരിക്കുകയാണ്. ആകെ ചെയ്യേണ്ടത് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞാനല്ല, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വിരലുകൾ നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങും. ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കാം. അദൃശ്യമായ കർത്താവിൻ്റെ കരം അവരോരുത്തരുടെയും മേൽ വരുന്നതിനാൽ നന്ദി പറയുന്നു. കർത്താവെ, ഓരോരുത്തരെയും തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാതെ മുടി പൊഴിഞ്ഞ് പൊക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ, അതിനാൽ പ്രയാസപ്പെടുന്നവർ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഒരു വലിയ വിടുതൽ കർത്താവ് കൊടുക്കണമേ. ഇനി അത് പൊഴിയാതെ പോയത് തിരികെ വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കഴുത്തിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കാൽമുട്ടുകൾക്കകത്ത് വലിയ പ്രയാസമുള്ള ചിലരെ കർത്താവ്, ചിലപ്പോൾ നീ റീപ്ലേസ്മെൻറ്റ് സർജറി വരെ പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ കർത്താവ് ഇന്നൊരു സൗഖ്യം തരികയാണ്. കാലിൽ നീര് വന്ന് വല്ലാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികളെയും കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, ഹാർട്ട് ഡിസീസുകൾ സൗഖ്യമാകട്ടെ, ശ്വാസകോശങ്ങളുടെ തകരാറുകൾ സൗഖ്യമാകട്ടെ. അതുപോലെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ അബ്നോർമലായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കൈനീട്ടി പിടിച്ചുകൊണ്ട്, മക്കളെല്ലാം ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരാണെങ്കിലും കൈനീട്ടി പിടിച്ചുകൊണ്ട്, കർത്താവെ, അത്ഭുതകരമായി മെഡിക്കൽ സയൻസ് പറയുന്നതിനപ്പുറത്ത് ദൈവത്തിൻ്റെ അത്ഭുതം അവർ കാണാൻ ഇടയാക്കണമേ. വളരെ ശക്തമായി പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ നൽകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളോ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് ബന്ധപ്പെട്ട ഭർത്താവോ പിതാവോ മകനോ സഹോദരനോ ആരുമായിക്കോട്ടെ, മദ്യപാനത്തിന് അടിമകളായവർക്ക് വേണ്ടി ഈ സമയത്ത് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ മദ്യപാനത്തിൻ്റെ അഡിക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. പൂർണ്ണമായൊരു ഡെലിവറൻസ് ഉണ്ടാകും. ഞാനിത് പറയുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ ശരീരത്തിൽ വല്ലാതെ വിയർക്കുകയും ശരീരം വിറയ്ക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതലായി മാറട്ടെ. വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ദൈവശക്തി ഇലക്ട്രിക് പവർ പോലെ ആ ശരീരങ്ങളിൽ പ്രവർത്തിക്കട്ടെ. താങ്ക് യു ജീസസ്. പുകവലിയും അതോടൊപ്പം മാറിപ്പോട്ടെ. ഡ്രഗ്സിന് അടിമകളായിരിക്കുന്നവർ പൂർണ്ണമായി വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് കൊടുക്കുന്ന വിടുതലുകൾക്കായി നന്ദി പറയും. രോഗസൗഖ്യമല്ലാതെ മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോകും. ജോലിയാകാം, വിവാഹമാകാം, സാമ്പത്തിക വിടുതലാകാം, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളാകാം, എന്താണെങ്കിലും കൈനീട്ടി പിടിച്ച് വിശ്വസിക്കുക. കർത്താവ് ഈ വിഷയങ്ങളിലും കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനാൽ നന്ദി. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്ന് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പിൽ നടക്കുകയാണ്. തീർച്ചയായും വരണം. നാളെ തിരുവല്ലയിലാണ്. സൗകര്യമുള്ളതുപോലെ ഇതിലേതെങ്കിലുമൊക്കെ വന്ന് എല്ലാ ആഴ്ചയിലും എല്ലാത്തിലുമൊക്കെ അറ്റൻഡ് ചെയ്ത് വളരെ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നും പല പുസ്തകങ്ങളും DVD-കളും ഒക്കെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ഇന്ന് നാളെ നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലും നിങ്ങൾക്കിത് അവൈലബിൾ ആയിരിക്കും. തീർച്ചയായും വന്ന് അത് കരസ്ഥമാക്കുക. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്,
ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ ആയിരങ്ങൾ വന്ന് സംബന്ധിക്കുന്നുണ്ട്. എന്നാൽ ഞായറാഴ്ചകളിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പല സ്ഥലങ്ങളിലായി നമ്മുടെ ബ്ലെസ്സിങ് സെൻ്ററിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്കും എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് സ്വാഗതം ചെയ്യും. അതിലൂടെ ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങൾ കൂടുതൽ കർത്താവിൻ്റെ കൃപയിൽ നിലനിൽക്കാനും കർത്താവ് ഇടയാക്കും. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും ബ്ലെസ്സിങ് ടുഡേയിലൂടെ ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ജീവിതത്തിൽ ശരിയായ ഒരുക്കത്തോടുകൂടെ ജീവിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ അതിന് ചില രീതികൾ ഉണ്ട്, ചില മാതൃകകളുണ്ട്. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചതാര്? ഹു പ്രേഡ്, ഓ ലോർഡ് ഓപ്പൺ ഹിസ് ഐസ് സോ ഹി മേ സീ? ഓപ്ഷൻസ്: എ എലീഷ, ബി ഏലിയാവ്, സി പൗലോസ്, ഡി യോശുവ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം വായിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.